കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നല്ലവണ്ണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാ കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തുകയാണ്. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച് വൈകുന്നേരം വരെ ആ വിലയിരുത്തൽ പോവുകയാണ്. 248 ഇനങ്ങളിൽ 25 വേദികളിലായി 15,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതൊരു 13,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ വരും. ഇനി അപ്പീൽ ജില്ലകളിൽ നിന്നുള്ള അപ്പീലെല്ലാം കൂടെ ചേരുമ്പോൾ 15,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരാതിരഹിതമായിട്ടുള്ള ഒരു യുവജനോത്സവം നടത്തണമെന്നുള്ള നിലയിലാണ് ആലോചിച്ചിട്ടുള്ളത്. പരാതിരഹിതമായിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും ഈ സമ്മാനം കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ജഡ്ജ് ശരിയല്ല എന്നെല്ലാം പറഞ്ഞുള്ള പരാതിയാണ് വരാൻ വേണ്ടി പോകുന്നത്. അടുത്ത വർഷം അല്ലെങ്കിൽ ഭാവിയിലോ എങ്കിലും ഇതിനൊരു ചെറിയൊരു നിയമനിർമ്മാണം ആവശ്യമാണെന്ന് കരുതുകയാണ്. ഇപ്രാവശ്യം ജഡ്ജസായി നിശ്ചയിച്ചിട്ടുള്ളത് 3 പ്രാവശ്യം തുടർച്ചയായി ജഡ്ജസ് ആയവരെ നിശ്ചയിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, നിശ്ചയിച്ചിട്ടുള്ള ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ഡിക്ലറേഷൻ എഴുതി വാങ്ങുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മളെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ജഡ്ജസായി ഇരിക്കുന്നവർ പൂർണ്ണമായി പരാതിരഹിതമായിട്ടും കുറ്റമറ്റതായിട്ടും കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ആൾക്കാരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് ഒരു കാര്യം ഉള്ള ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ ലഹരി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഈ തൃശ്ശൂരിലെ മൈതാനം ചുറ്റി ഉള്ള ഒരു വിദ്യാർത്ഥികളുടെ ചങ്ങലയും തീർക്കുന്ന പരിപാടിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതാണ് പിന്നെ 14-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മറ്റ് മന്ത്രിമാരും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. 18-ാം തീയതി സമാപന സമ്മേളനത്തിൽ മോഹൻലാൽ മുഖ്യ അതിഥിയായിരിക്കും. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ അതിലും പങ്കെടുക്കും. 2 ചടങ്ങുകളിലുമായിട്ട് മന്ത്രിമാർ ഡിവൈഡ് ചെയ്ത് പങ്കെടുക്കാൻ വേണ്ടി നിലയിലാണ് ആലോചിച്ചിട്ടുള്ളത്. ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിൻ്റെ ഒരു ശുപാർശ ഉണ്ടായിരുന്നു, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതിൽ നേരത്തെ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം ഇങ്ങനൊരു ശുപാർശ പോകുന്ന വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ഒരു രാഷ്ട്രീയ ആയുധമാക്കേണ്ട കാര്യമില്ല. ശബരിമല നടന്നതിന് തുല്യമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ശബരിമലയിൽ നടന്ന പോലുള്ള ഒരു കൊള്ള തന്നെയാണ് ഈ പുനർജനി സംഭവത്തിലും നടന്നിട്ടുള്ളത്. 19 കോടി രൂപയുടെ ആക്ഷേപമാണ് വന്നിട്ടുള്ളത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അതേപോലുള്ള ഒരു സ്ഥാനം പ്രോട്ടോക്കോൾ പ്രകാരം ഉള്ളതാണല്ലോ. ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുമ്പോൾ അതെങ്കിലും കാര്യമില്ലാതെയും അല്ലെങ്കിൽ ബോധപൂർവ്വം രാഷ്ട്രീയം വെച്ചുകൊണ്ട് വിജിലൻസിൻ്റെ ഒരു സംസ്ഥാന ഉദ്യോഗസ്ഥന്മാർ എഴുതി എന്തെങ്കിലും കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ കൊടുക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ എന്തിനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? സംസ്ഥാനത്തിൻ്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. തെറ്റായി ഒരു ബോധപൂർവ്വം സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെങ്കിലും റിപ്പോർട്ട് എഴുതി കൊടുത്ത ആളിന് വെറുതെ പോകാൻ വേണ്ടി പറ്റുമോ? അയാൾ മറുപടി പറയേണ്ടതല്ലേ? അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താ? ഇത് രാജ്യം കടന്നുള്ള സംഭവമായതുകൊണ്ട് ഇത് CBI കൊണ്ട് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം. അതിൽ ബന്ധപ്പെട്ടവർ ഭയപ്പെടേണ്ട കാര്യം എന്താ? സമയം താമസിച്ചു എന്നുള്ള നിലയിൽ കാര്യങ്ങൾ എടുക്കേണ്ടത്. അവിടെ എത്രയോ വർഷക്കാലം കഴിഞ്ഞ ശേഷമാണ് ചില കേസുകളെ സംബന്ധിച്ചിടത്തോളം തീരുമാനം ഉണ്ടാവുന്നത്. എന്തായാലും 19 കോടി രൂപ ആ രൂപ ചെലവഴിച്ചതിനെ സംബന്ധിച്ചിടത്തോളം കണക്ക്, അതുപോലെ തന്നെ വിദേശത്തു നിന്ന് ആ പൈസ വാങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഞാനങ്ങ് ഒരുപാടങ്ങ് പേടിച്ചുപോയി എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് ഇതിനെ ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേ കാലത്ത് കുറേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറ്റും. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിന് തെളിവാണ് ഈ കാര്യം ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ടും
ആശയം ഉന്നയിക്കുക, കളിയാക്കുക, ഇതൊക്കെയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അന്വേഷണം നടക്കട്ടെ. അങ്ങനെ ഒരു ബോധപൂർവമൊന്നും അങ്ങനെയൊന്നും ഒരു പ്രതിപക്ഷ നേതാവിനെതിരായിട്ടൊന്നും ബോധപൂർവം അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കുറ്റകൃത്യമൊന്നും ചുമത്തുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. അല്ല, പ്രതിപക്ഷ അത് അവസാനത്തെ ചടങ്ങിലാണ്. ഇല്ല. അവസാനത്തെ സമാപന 18-ാം തീയതി നടക്കുന്ന ചടങ്ങിലാണ് പ്രതിപക്ഷ നേതാവ്. ഉദ്ഘാടന സമ്മേളനം മുഖ്യമന്ത്രി. അങ്ങനെയാണ്. അല്ല, ഫ്ലെക്സ് എന്ന് വെച്ചാൽ 2 തരം ഫ്ലെക്സ് ഉണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിനുള്ളതും സമാന സമ്മേളനത്തിലുള്ള ഫ്ലെക്സുകളിൽ അദ്ദേഹത്തിൻ്റെ പടവും ഫോട്ടോ ഒക്കെ ഉണ്ടാവും. അത് അയാൾപ്പോൾ ഒരു ആക്ഷേപമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അയാളെ ശിക്ഷിക്കപ്പെട്ടില്ലല്ലോ. നിങ്ങളേതാണ്ട് അവരെ ശിക്ഷിക്കപ്പെട്ടെന്നുള്ള മട്ടിലല്ലേ പിന്നെ പറയുന്നത്. സാർ, നിയമത്തിലെ ഇലക്ഷനെ കുറിച്ച് ചർച്ചകൾ സജീവമാവുന്നുണ്ട്. താങ്കൾ സജീവമായിട്ട് നിയമം തന്നെ ഉണ്ടാവുമെന്ന് വാർത്തകൾ വരുന്നു. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അവിടെ ഉണ്ടാവുമെന്നും ശബരിനാഥൻ വരുമെന്നൊക്കെ പറഞ്ഞു. നിയമം കടുക്കുമോ? നിയമത്തേക്ക് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു, 1 പ്രാവശ്യം പരാജയപ്പെട്ടു, പിന്നെ 3 പ്രാവശ്യമായി. ജയിച്ചപ്പോൾ 1 പ്രാവശ്യം രാജഗോപാലാണ് പരാജയപ്പെടുത്തിയത്. പിന്നെ കുമ്മന രാജശേഖരനെ പരാജയപ്പെടുത്തി. പിന്നെ നമ്മുടെ മുരളീധരൻ മത്സരിച്ച് പരാജയപ്പെടുത്തി. എൻ്റെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ഉം നിയമത്താര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അല്ല, ഞങ്ങളൊന്നും ആദ്യമേ സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുന്നവരല്ലല്ലോ. ഞങ്ങൾ ഇതിനടുത്ത് മത്സരിക്കാൻ വേണ്ടി പോകണം. പാർട്ടി എടുക്കുന്ന തീരുമാനം അത് ഇത്രയും നാൾ 40 വർഷക്കാലമായി പാർട്ടി എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഏത് കാര്യത്തിലും പാർട്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് എൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത്.